തങ്ങൾക്ക് വേണ്ടത് പണമല്ല, മറിച്ച് സമാധാനമാണെന്ന് വടക്ക് കിഴക്കൻ മണിപ്പൂരിൽ നരകയാതന അനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾ. മണിപ്പൂരിലെ വിഭാഗീയ സംഘർഷത്തിന്റെ ഇരകൾക്ക് പുതിയ വീടുകൾ നിർമ്മിക്കാൻ പണം വിതരണം ചെയ്യുന്ന നടപടിയിൽ പ്രതികരിക്കവെയാണ് പ്രദേശത്തെ ക്രിസ്ത്യൻ നേതാക്കൾ ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. 15 മാസം നീണ്ട സംഘർഷം 226-ലധികം ജീവൻ അപഹരിക്കുകയും 60,000-ലധികം ആളുകളെ ഭവനരഹിതരാക്കുകയും ചെയ്തു. അവരിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ്. അക്രമം 18,000-ലധികം കുടുംബങ്ങളെ ബാധിച്ചതായും അതിൽ 14,800-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയതായും മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് നിയമസഭയിൽ പറഞ്ഞു. ഇരകൾക്ക് പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിന് 1 ലക്ഷം രൂപ വീതം വിതരണം ചെയ്യാനുള്ള തീരുമാനത്തെക്കുറിച്ച് അറിയിക്കവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സമാധാനം പുനഃസ്ഥാപിക്കാത്ത പക്ഷം ഇത്തരം പ്രഖ്യാപനങ്ങൾ കൊണ്ട് പ്രയോജനമുണ്ടാവില്ലെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സഭാ നേതാവ് പറഞ്ഞു. പലായനം ചെയ്തവർക്ക് തിരികെ വരാനും സ്വന്തമായി വീടുകൾ നിർമ്മിക്കാനും ആഗ്രഹമുണ്ട്. അതിനുള്ള സാഹചര്യം സർക്കാർ സൃഷ്ടിക്കണം. വീടുകൾ നിർമ്മിക്കാനുള്ള പണം മുഖ്യമന്ത്രി തരുമെന്ന് പറയുന്നു. എന്നാൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ വീടുകൾ നിർമ്മിക്കുന്നത് എന്തിനാണെന്ന് പ്രദേശത്തെ ഒരു ക്രിസ്ത്യൻ നേതാവ് ചോദിച്ചു. സർക്കാർ കണക്കുകൾ പ്രകാരം 11,133 വീടുകൾ അഗ്നിക്കിരയായി. അതിൽ 4,569 വീടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. സർക്കാരിന്റെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 12,977 ആൺകുട്ടികളും 13,763 പെൺകുട്ടികളും കഴിയുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി ബീരേൻ സിംഗ് അംഗമായ മെയ്തേയ് സമുദായത്തെ പിന്തുണയ്ക്കുന്നതിനാൽ തങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് സിംഗിനെ മാറ്റണമെന്നും ആവശ്യമുയരുന്നുണ്ട്. സംസ്ഥാനത്തെ 3.2 ദശലക്ഷം ജനങ്ങളിൽ 41% ക്രിസ്ത്യാനികളാണ്. മെയ്തേയ്കൾക്കിടയിലും ക്രിസ്ത്യാനികളുണ്ട്. ആർച്ച് ബിഷപ്പ് ലീനസ് നിലി അധ്യക്ഷനായ ഇംഫാൽ അതിരൂപത അഭയാർത്ഥികൾക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങളുമായി മുൻപന്തിയിലുണ്ട്.